ഇന്നിപ്പോ ഞങ്ങള് ഒരു വലിയൊരു യാത്ര കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങള് പുറത്തോട്ടും സ്റ്റേ ചെയ്തില്ല, വീട്ടിലും പോയില്ല, നേരെ ഞങ്ങൾ പാടിയിലേക്ക് തന്നെ വന്നു. പാടിയിൽ വന്നപ്പോഴാണ് ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ രഞ്ജു മനോജൊക്കെ പറഞ്ഞു, ക്യാമറമാനും പറഞ്ഞു, നമുക്കിവിടെ ചെറുതായിട്ട് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി ഒരു പരിപാടി ഇടാന്ന് പ്ലാൻ ചെയ്യും. ഇതൊരു നമുക്കൊരു അരമണിക്കൂറിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്ലോഗാണ്. അപ്പൊ നമുക്ക് കിച്ചണിലേക്ക് പോകാം അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മുടെ ക്യാമറമാനെ കിച്ചണിലേക്ക് ഇറങ്ങും. നമ്മുടെ ക്യാമറമാൻ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. ഇനിയിപ്പോ പാചകം ചെയ്യേണ്ട ചെറിയൊരു കാര്യമുള്ളൂ. സെറ്റ് ചെയ്ത് വെച്ചതില് വലിയൊരു സെറ്റിംഗ് ഒന്നും നടന്നിട്ടില്ല അല്ലേ രഞ്ജു? ഒരു റഫ് സെറ്റിംഗ് ആണ് നടന്നിരിക്കുന്നത്. പെട്ടെന്നുള്ളത്, അത് പെട്ടെന്നുള്ളതാണ്. എന്നാലും നമുക്ക് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഇന്നത്തെ ഡിഷ് തയ്യാറാക്കാം. അപ്പൊ നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഗോബി മഞ്ചൂരിയൻ, ചൈനീസ് ഡിഷാണ്. അപ്പൊ നമ്മുടെ കോളിഫ്ലവർ എല്ലാം കട്ട് ചെയ്ത് വെച്ചു, കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ ക്യാപ്സിക്കം, ഉള്ളി എല്ലാം കട്ട് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് പ്രിപ്പറേഷനിലേക്ക് തുടങ്ങാം അല്ലേ? അപ്പൊ ഗ്യാസ് എത്തിക്കാം. നമുക്ക് ഇതിലേക്കൊരു 1.5 ലിറ്ററോളം വെള്ളം ഒഴിക്കാം. നമ്മുടെ വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, മുകൾ ഭാഗമൊക്കെ കണ്ടില്ലേ? ഈ ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി നമ്മുടെ കോളിഫ്ലവർ ഇടാം. ഇപ്പോൾ ഒരു 2 മിനിറ്റായി. അപ്പോൾ നമുക്ക് അതിലേക്കൊരു 3 ടീസ്പൂൺ ഉപ്പിടാം. നല്ലപോലെ ഒന്ന് ഇളക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ഒരു ഹാഫ് ബോയിലാവും. ഫ്രൈ ചെയ്തെടുക്കുക. ഏകദേശം ഒരു 4 മിനിറ്റോളം ആയിട്ടുണ്ട്. നല്ലപോലെ വെന്തും ഉപ്പൊക്കെ പിടിച്ച് ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. ഒരു വെള്ളം ഒന്ന് വാർന്നെടുക്കും. ഇനിയിപ്പോൾ അടുത്തായിട്ട് നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടി നമ്മുടെ കോൺഫ്ലവർ ഒരു 2 ടേബിൾ സ്പൂണ്, മൈദ 1 ടേബിൾ സ്പൂണ്, പിന്നെ ഉപ്പ് ഒരു 1/2 ടീസ്പൂണ്. അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുക. ഇപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കോൺഫ്ലവറിൻ്റെ നേർപകുതിയാണ് നമ്മൾ മൈദ എടുക്കേണ്ടത്. പിന്നെ നമ്മൾ ഇത് നേരെ ഇതിലേക്കിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. നല്ലപോലെ ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാൻ. ഇതെല്ലാ ഭാഗത്തും ഒന്നാവുന്ന പോലെ മിക്സ് ചെയ്തെടുക്കും. ഇതൊന്ന് മിക്സ് ആയതിന് ശേഷം പിന്നെ നമ്മൾ നമ്മുടെ കോൺഫ്ലവറിൻ്റെ ഡ്രൈ ആയിട്ടുള്ള പൗഡർ ഇതിന് മേലെ കൂടി ഒന്ന് ഇടണം. ജസ്റ്റ് ഒന്ന് ആവശ്യത്തിന് ഡ്രൈ ആവണ വരെ ഒന്ന് ഇടുക. ഇതൊരു 10 മിനിറ്റ് മാറ്റി വയ്ക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് സൺഫ്ലവർ ഓയിൽ ചൂടാക്കാം. നമ്മുടെ ചട്ടിയിൽ നല്ല ചൂടായിട്ടുണ്ട്. നമുക്ക് ഓയിൽ ഒഴിക്കാം. ഏകദേശം എണ്ണ നല്ല ചൂടായില്ലേ? അപ്പോൾ നമുക്ക് ഇതൊരു 2 തവണയായിട്ട് കുക്ക് ചെയ്തെടുക്കാം. മാക്സിമം ഇനിയിപ്പോൾ എണ്ണ നല്ലപോലെ തിളച്ചതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നമുക്കിനി ഇതിലേക്ക് മാറ്റാം. ഇതിപ്പോൾ 2 തവണ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്. ആദ്യം 4 മിനിറ്റ് 5 മിനിറ്റിൽ ഒരു ഫ്രൈ ചെയ്തെടുത്തു. ഇനി ഇതേ സാധനം തന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വീണ്ടും ഒരിക്കൽ കൂടി ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് ബാക്കി വരുന്നത് ഒന്നുകൂടി ഇടാം. ഇത് 2ാമത്തെ ട്രിപ്പാണ്. ഇത് നമുക്കൊന്ന് കോരിയെടുക്കാം. ഇനി ഇതിലെ എണ്ണ എല്ലാം ഒന്ന് ഡ്രൈ ആയിട്ട് സംഭവം ചൂടാറണം.
ചൂടാറിയതിന് ശേഷം നമുക്ക് വീണ്ടും ഈ എണ്ണയിൽ തന്നെ ഹൈ ഫ്ലെയിമിൽ ഒന്നുകൂടി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് നമ്മുടെ മസാല തയ്യാറാക്കാം. നമ്മുടെ പാനെല്ലാം ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിക്കാം. അത് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് നമ്മൾ ഇതിലേക്ക് നമ്മുടെ വലിയ ഉള്ളി, ഇട്ടതിന് ശേഷം ഒരു 1/2 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ വെളുത്തുള്ളി, പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളകിൻ്റെ ഒരു 3-4 പീസ്, ഫുള്ളായിടണ്ട, ഒരു 3-4 പീസ്. ഇതിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പിടാം. ഇപ്പം ഇതിലേക്ക് നമ്മൾ നമ്മുടെ സോയ സോസ് 1 ടേബിൾ സ്പൂൺ, അതേപോലെ തന്നെ നമ്മുടെ റെഡ് ചില്ലി സോസ് അത് 1 ടേബിൾ സ്പൂൺ, പിന്നെ നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പും 1 ടേബിൾ സ്പൂൺ. ലോ ഫ്ലെയിമിലാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നമ്മളിതെല്ലാം കുക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അതിൻ്റെ ഇടയിൽ നമ്മൾ കോൺ സ്റ്റാർച്ച് ഉണ്ടാക്കണം. ഒരു 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി, കുറച്ച് വെള്ളം ഒഴിക്കുക. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഒഴിക്കുക. ഇതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. ഏകദേശം ഇതൊരു ഹാഫ് കുക്കായിട്ട് ഇനിയിപ്പോൾ ഇത് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ഗോബി മഞ്ചൂരി നല്ലപോലെ ഡീപ്പ് ഫ്രൈ ആക്കി ഒന്നെടുക്കാം. ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ഇത് ഒരു എണ്ണ എല്ലാം പോയി നല്ല ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നല്ല ഹൈ ഫ്ലെയിമിൽ ഒരു ഡീപ്പ് ഫ്രൈ അടിക്കാം. നമ്മൾ സെക്കൻഡ് സ്റ്റേജ് ഫ്രൈ ആണ് ഇപ്പോൾ എടുക്കുന്നത്. സെക്കൻഡ് സ്റ്റേജ് ഫ്രൈ കഴിഞ്ഞപ്പോഴേക്കും സാധനം ഒരുപാട് ചെറുതായില്ലേ, വെള്ളത്തിൻ്റെ സെറ്റപ്പിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ഗ്യാസ് കത്തിക്കാം. നേരത്തെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച സംഭവം കത്തിക്കാം. അപ്പോൾ നമ്മൾ രണ്ടാമത് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. അപ്പോൾ നമ്മളിത് ഡ്രൈ ഫോമിലുണ്ടാക്കാം, ഗ്രേവി ഫോമിലുണ്ടാക്കാം. അപ്പോൾ നമ്മളിത് ഒരു ഗ്രേവി ഫോമിലാണ് ഉണ്ടാക്കുന്നത്. ഇത് തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മുടെ ഗോബി മഞ്ചൂരിയൻ്റെ നമ്മൾ ഫ്രൈ ചെയ്ത കോളിഫ്ലവർ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഇതിപ്പോൾ ഒരു മാക്സിമം ഒരു 2-2.5 മിനിറ്റ്. 2.5 മിനിറ്റിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ടിട്ട് ഇളക്കി കഴിഞ്ഞ് നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഏകദേശം ഒരു പറഞ്ഞ മാതിരി ഒരു 2-2.5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒന്ന് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് നമ്മുടെ ക്യാപ്സിക്കം ഇടാം. നമുക്ക് 1 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ. ജസ്റ്റ് ഒന്ന് അടച്ചു വയ്ക്കാം, ലോ ഫ്ലെയിമിൽ അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിലേക്ക് ഇനി നമ്മൾ നമ്മുടെ ബാക്കി വന്ന പച്ചമുളക് ഒന്നിടാം. അതേപോലെ തന്നെ നമ്മുടെ ഓണിയൻ, അതായത് സ്പ്രിംഗ് ഓണിയൻ. ഇപ്പോൾ നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം അല്ലേ? നമ്മുടെ ബാക്കി പറഞ്ഞ അറേഞ്ച്മെൻറ്റ്. പാഡി ഫുഡ്സ് ആൻഡ് ട്രാവൽ ടെക്കിൻ്റെ ഗോബി മഞ്ചൂരിയൻ ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഗോബി മഞ്ചൂരിയൻ്റെ അറേഞ്ച്മെന്റ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇന്നൊരിക്കലും ഞങ്ങളത് പ്രതീക്ഷിക്കാത്ത ബ്ലോഗാണത്. പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു ബ്ലോഗാണ്. പക്ഷെ ഇതിന്റെ ഇടയിലൊക്കെ ഞങ്ങൾ ചപ്പാത്തിക്ക് ഇവിടെ സെറ്റ് ചെയ്തു. യാത്ര കഴിഞ്ഞിട്ട് വന്നപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഒരു കറി. അപ്പൊ ഇതില് ഒരുപാട് പോരായ്മകൾ ഉണ്ടാവാം അല്ലേ? അപ്പൊ നമുക്ക് എന്നത്തെയും പോലെ എന്നത്തെയും പോലെ നമുക്ക് ടേസ്റ്റ് ചെയ്യുന്ന ചടങ്ങിലേക്കുണ്ട്. ഇന്നും നമുക്ക് കിടക്കാം അല്ലേ മനോജ്? ടേസ്റ്റി എന്താണ് ഇതിന്റെ രുചി, എന്താണ് ഇതിന്റെ കുറവുകൾ? പക്ഷെ നമ്മൾ ഒരുപാട് തവണ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അല്ലേ? അതുകൊണ്ട് പിന്നെ നമുക്ക് അത്ര ഒരു പേടിയൊന്നുമില്ല. സോസിന്റെ ടേസ്റ്റും
നന്നായിട്ട് നമ്മള് സ്ഥിരം ഉണ്ടാക്കുന്ന ഒരു സാധനമായിട്ട് ഞങ്ങൾക്ക് ഒരുപാട് അതെ അത്ര ഒരു ഇതൊന്നും നമുക്ക് അറിയേണ്ട കാര്യമില്ല. എന്നാലും ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കോളിഫ്ലവർ കുറച്ച് സോഫ്റ്റ് കൂടിയില്ലേ, പക്ഷെ ഇത്രയും സോഫ്റ്റ് ആവാൻ പാടില്ല, ഒന്നുകൂടി ഹാർഡ് ആവണം അല്ലേ. പക്ഷെ അത് നമ്മൾ ഒരുപാട് ഡീപ് ഫ്രൈ ചെയ്തില്ല, അപ്പൊ അതുകൊണ്ട് ഒരുപാട് സോഫ്റ്റ് ആയി. കാരണം കുറച്ച് ഹാർഡ്നെസ് വേണ്ടായിരുന്നു, പക്ഷെ അത് കുറച്ച് സോഫ്റ്റ്നെസ് കൂടിപ്പോയി. ഇത്രയും സോഫ്റ്റ്നെസ് വരാൻ പാടില്ല അല്ലേ. പക്ഷെ അതുകൊണ്ട് കഴിക്കാൻ നല്ല രസമാണ്. പക്ഷെ നമുക്കൊരു തൊട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ അലിഞ്ഞു പോണത് അതെ. ബാക്കി എല്ലാം കറക്റ്റല്ലേ, ഉപ്പ് മുളക് എല്ലാം കറക്റ്റാണ്. പക്ഷെ ചിലവർക്ക് നല്ല സോഫ്റ്റ് ഇഷ്ടപ്പെടുള്ളൂ അല്ലേ. ഓരോ ആൾക്കാർക്ക് ഓരോ ഡീപ് ഫ്രൈ നല്ലപോലെ ഡീപ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ ഹാർഡായിട്ട് കിട്ടും. പക്ഷെ നമ്മൾ അത്രയും ഡീപ് ഫ്രൈയിലേക്ക് പോയില്ല, അതുകൊണ്ടാണ് ഇത് വളരെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നത്. പക്ഷെ വളരെ സോഫ്റ്റായി, ഉടഞ്ഞിട്ടില്ല. പക്ഷെ എന്തായാലും കറക്റ്റായി കിട്ടി. അതെ, പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഫുഡ് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യാം. ഗോബി മഞ്ചൂരിയനിൽ ഒരുപാട് സോസ് ഒന്നും വേണ്ട, ചെറിയ സംഭവങ്ങളൊക്കെ ഉള്ളൂ. വലിയ എക്സ്പെൻസീവ് അല്ലാത്തൊരു ഫുഡാണ്, എന്നാൽ നല്ല ടേസ്റ്റോട് കറി കഴിക്കാൻ. നമുക്ക് ഡിന്നറിലൊക്കെ നല്ലൊരു ഡിന്നർ ആക്കണമെങ്കിൽ നല്ല ചപ്പാത്തി, പൊറോട്ടകളൊക്കെ ശരിക്കും നല്ലൊരു ഫുഡാണ്. എല്ലാ റെസ്റ്റോറൻറ്റിലും അവൈലബിൾ ആണ് പൊറോട്ടയ്ക്കും എല്ലാത്തിലും. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എല്ലാവരും എന്നത്തെയും പോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ ക്ലിക്ക്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെയും എല്ലാവർക്കും പാടി ഫുഡ്സ് ആൻഡ് ട്രാവൽ ടെക്കിന്റെ